ബിഗ് ബോസ് ഹൗസിൽ ഇന്ന് അനീഷ് അനുവിനെ പ്രപ്പോസ് ചെയ്തു. അനുവിൻ്റെ മറുപടിയിൽ നിന്ന് തന്നെ അനുവിനതിന് താല്പര്യമില്ല എന്ന് മനസ്സിലാക്കിയ അനീഷ് എണീറ്റ് പോയി. പക്ഷെ പിന്നീട് സോഷ്യൽ മീഡിയയിൽ കണ്ടത് അനീഷിൻ്റെ ഡെർട്ടി ഗെയിം, അനീഷ് അനുവിൻ്റെ ഫീലിങ്സ് വെച്ച് കളിച്ചു, അതൊരു ഗെയിം മാത്രമായിരുന്നു, പിന്നെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് എണീറ്റ് ദേഷ്യപ്പെട്ട് നടക്കുന്നു, പിണങ്ങി നടക്കുന്നു എന്നൊക്കെയാണ്. പക്ഷേ ഈ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം വേറെയാണ്. ശരിക്കും പറഞ്ഞാൽ അനീഷിന് അനുവിനോട് ജെന്യുവൻ ആയിട്ടുള്ളൊരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. അത് നമുക്ക് സാധാരണ ലൈവ് കണ്ട നമ്മൾ പ്രേക്ഷകർക്ക് ഉറപ്പായിട്ടും അത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവുന്നതാണ്. അനുവിനോട് അന്ന് അനുവിൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ്, അനുവാണ് ചോദിച്ചത് ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്ന്. അപ്പോൾ അനുവിൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അനീഷ് തൻ്റെ ക്രഷ് വെളിപ്പെടുത്തുന്നത്. അങ്ങനെ ക്രഷ് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ കൂടെ, അല്ലെങ്കിൽ ഒരു പക്ഷേ തമാശയായിട്ടോ അല്ലെങ്കിൽ എങ്ങനെ ആയിക്കോട്ടെ, അനീഷിനോട് ചെയ്ത കുറേ മാനറിസങ്ങൾ, കുറേ ചേഷ്ടകൾ, അല്ലെങ്കിൽ കുറേ സംസാരങ്ങൾ എല്ലാം അനീഷ് അത് കാര്യമായിട്ടെടുത്തു. ഒരു സാധാരണ വ്യക്തി, പുള്ളിക്ക് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സുമായിട്ടോ അങ്ങനെ ഉള്ള അങ്ങനെയൊന്നും കഴിഞ്ഞ ആളല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളി ഒരു ഡിവോഴ്സൊക്കെ കഴിഞ്ഞ് ഒരു ഡ്രോമയിലൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞ് ഇങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പം അവിടെ സത്യം പറഞ്ഞാൽ ഈ അനുവൊക്കെ അനീഷിനോട് തുടക്കം മുതൽ തന്നെ കുറച്ചിങ്ങ് കഴിയുമ്പോൾ തന്നെ പല സന്ദർഭങ്ങളിലും അതിൻ്റെതായ ഒരു കരുതൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അനീഷ് തിരിച്ചും അങ്ങനെ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ഒരു ബോണ്ട് വളർന്നു വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അനു വിവാഹത്തിന് സമ്മതമല്ല, അത് അനു പറഞ്ഞെങ്കിൽ കൂടി ഞാൻ വിചാരിക്കുന്നില്ല അനീഷിന് തീരെ ഇഷ്ടമല്ല. അനുവിന് ശരിക്കും അനീഷിനെ ഇഷ്ടം തന്നെയാണ്, അവർ തമ്മിലൊരു ബോണ്ടൊക്കെ ഉണ്ട്. പക്ഷേ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. അതൊക്കെ അത് അനുവിൻ്റെ ഡിസിഷൻ, അനുവിൻ്റേത് മാത്രമാണ്. പക്ഷെ അനീഷ് എന്തുകൊണ്ട് അനുവിനോട് സംസാരിക്കാൻ കൂടെ പോയില്ല, അല്ലെങ്കിൽ സംസാരിക്കാൻ സമയം എന്ത് ദേഷ്യം പിടിച്ച് നിൽക്കുന്നു? ഒരുപക്ഷെ അനീഷ് ക്രഷ് എന്ന് പറഞ്ഞതിന് ശേഷം അനു കൂടുതൽ അനീഷിനോട് അടുപ്പം കാണിക്കുകയും സംസാരിക്കുകയും ഇങ്ങനെയൊക്കെ ഐ ലവ് യു പറയുന്നു, ഐ ലവ് ചിഹ്നം കാണിക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അനീഷ് ഒരുപക്ഷെ നല്ല രീതിയിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. പുള്ളി ശരിക്കും വിചാരിച്ചത് അനുവിന് തന്നോടും തിരിച്ച് ഇഷ്ടമുണ്ടെന്ന് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് പുള്ളി പ്രപ്പോസ് ചെയ്തത്. പക്ഷേ അതിനും കുറേ പേര് പറഞ്ഞു ഇന്നെന്തിനാണ് പുള്ളി പ്രപ്പോസ് ചെയ്തത് ഈ ലാസ്റ്റ് ടൈം എന്ന്. ഒരുപക്ഷെ നാളെ എവിക്ഷനാണ്. അപ്പോൾ ആ എവിക്ഷനിൽ ഞാൻ ഒരു പക്ഷേ പുറത്ത് പോയേക്കാം. അപ്പോൾ അനുവിനോട് ഇത് പറയാൻ സാധിക്കാതെ പോയി, അല്ലെങ്കിൽ അനു പുറത്ത് പോയാൽ എനിക്ക് പറയാൻ സാധിക്കില്ല, അങ്ങനെയൊക്കെ വിചാരിച്ചു ആവാമല്ലോ അത് ഇപ്പം ഈ ദിവസം തിരഞ്ഞെടുത്ത്. എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നു. അല്ലാതെ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇങ്ങനെ ഒരു ഗെയിം, ഒരാളുടെ ഫീലിങ്സ് വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഗെയിം കളിക്കാൻ അത്രയ്ക്ക് മണ്ടനൊന്നുമല്ല അനീഷ് എന്ന് പറയണേ. അനീഷിന് ശരിക്കും അനുവിനോടുണ്ടായിരുന്ന ഒരു ജെന്യുവൻ ഫീലിംഗ് തന്നെയായിരുന്നു. ആ ഫീലിങ്സ് മുറിപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു വിഷമം ഉണ്ടായപ്പോൾ, പിന്നെ അതിൻ്റെ കൂടെ അനു തന്നോട് കാണിച്ചിരുന്ന എല്ലാം തമാശയായിരുന്നല്ലോ എന്നും കൂടി ഓർത്തപ്പോൾ അനീഷിന് ശരിക്കും വിഷമം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അനീഷ് ഒരു 2-3 മണിക്കൂർ ഡൗൺ ആയിട്ട് മൂഡ് ഓഫ് ആയി നടന്നതാണ്. അതായത് ദേഷ്യം പിടിച്ച് നടന്നു എന്നൊന്നും എനിക്ക് അതിനോട് പറയാൻ പറ്റില്ല. അത് വിഷമം കൊണ്ടുണ്ടായ ഒരു കടുപ്പമാണ് മുഖത്ത്. അതിനുശേഷം അനു ചെന്ന് വിളിക്കുന്നുണ്ട് സംസാരിക്കാൻ, അപ്പോഴും അനീഷ് പോകുന്നില്ല. അപ്പോൾ അനീഷ് ചിന്തിച്ച് എന്തായാലും അനുവിന് അതിന് താല്പര്യമില്ല എന്നുള്ള കാര്യം അനീഷിന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അത് വെച്ചിട്ട് ഒരു ഡിസ്കഷൻ, അല്ലെങ്കിൽ അതൊരു ചർച്ചയാക്കി പുറത്തേക്ക് വിടുന്നത് ശരിക്കും പറഞ്ഞാൽ അനീഷ് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. ആദിലയോട് നൂറയോട് അനു ഈ പറഞ്ഞ കാര്യം അനീഷ് അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ അനീഷ് തീരുമാനം എടുത്തതെന്ന് പറഞ്ഞാൽ എന്തായാലും അനുവിനോട് ആ കാര്യം പറഞ്ഞു, അനുവിന് അതിന് സമ്മതമല്ല, അപ്പോൾ അത് വീണ്ടും ഇവിടെ ഒരു ചർച്ചയാക്കി കുളവാക്കണ്ടെന്ന് ചിന്തിച്ചിട്ട് തന്നെയായിരിക്കും അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ, അതിൽ നിന്ന് മാറാൻ ശ്രമിച്ചുകൊണ്ടായിരിക്കും വീണ്ടും അതിന് തയ്യാറാവാതിരുന്നത്. സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് കാര്യം. അതിനുശേഷം എന്നാ പറയുക, അത് തന്നെയായിരുന്നു അനുവും ചെയ്യേണ്ടിയിരുന്നത്. കാരണം അനു ഒരിക്കലും ആദിലയോടോ നൂറയോടോ ഉടനെ അത് ഷെയർ ചെയ്യുകയായിരുന്നില്ല വേണ്ടത്. ഒരുപക്ഷെ അനുവും അനീഷ് ചെയ്ത പോലെ തന്നെ ആ കുറച്ചൊരു ടൈം എടുത്തിട്ട് അതിൽ നിന്ന് മൂവ് ഓൺ അല്ലെങ്കിൽ ചെയ്തിരുന്നെങ്കിൽ അത് ഇത്രയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോരുത്തരും, ചിലർ അനീഷിനെ ഡീഗ്രേഡ് ചെയ്യുന്നു, ചിലർ ഇത് വെച്ച് അനുവിനെ ഡീഗ്രേഡ് ചെയ്യുന്നു, ആകെപ്പാടെ പോകാം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വീഡിയോകൾ കണ്ടപ്പോൾ ശരിക്കും സങ്കടം വന്നു. ആ മനുഷ്യൻ ഗെയിമിന് വേണ്ടി, അനുവിൻ്റെ വോട്ട് കുറയ്ക്കാൻ വേണ്ടി അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, ഒരു വ്യക്തി അനുവിൻ്റെ ക്യാരക്ടർ ആയിരിക്കില്ല അനീഷിന്, അനു എടുക്കുന്ന രീതിയിലായിരിക്കില്ല അനീഷ് എടുക്കുന്നത്. പുള്ളിക്കാരൻ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള മെച്ചൂർ, അപ്പോൾ പുള്ളിക്കാരൻ ഒരിക്കലും വിചാരിക്കുന്നില്ല പുള്ളിയെപ്പോലെയുള്ള ഒരാളോട് അനു തമാശയ്ക്ക് അങ്ങനെയൊക്കെ പറയുമെന്നൊക്കെ. അപ്പോൾ ഓൾറെഡി പുള്ളി ക്രഷ് വെളിപ്പെടുത്തിയതും കൂടിയാണല്ലോ. അപ്പോൾ അതിനൊരു ഫ്യൂവലായിട്ടായിരുന്നു
അല്ലായിരുന്നു അനുവിൻ്റെ അനു മനഃപൂർവ്വം ഡയറക്റ്റ് ഗെയിം കളിച്ചെന്നോ ലവ് ട്രാക്കിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അവസ്ഥയിലായിപ്പോയി. പുള്ളി ഇന്ന് ചോദിച്ചത് നന്നായി. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അങ്ങനെ ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി അങ്ങോട്ട് രണ്ടുപേരും നന്നായിട്ട് കളിക്കട്ടെ. ശരി, ഈ ആദിലെ നൂറയോടൊക്കെ അനു പറഞ്ഞെന്ന് മാത്രമല്ല വേറെ ഒരുപാട് കാര്യങ്ങളും കൂടെ ലൈവിൽ സംഭവിച്ചു. ഞാൻ അനീഷേട്ടനോട് അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു, അതായത് കാണിച്ചതും പറഞ്ഞതും എല്ലാം ലൈവിലിരുന്ന് പറയുകയാണ്. പ്രേക്ഷകരിലേക്ക് അത് ഓൾറെഡി പ്രേക്ഷകർ കുറേയൊക്കെ കണ്ടിട്ടുണ്ട്. അത് കൂടാതെ പ്രേക്ഷകരിലേക്ക് ഒന്നും കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒന്നും കൂടെ ക്ലിയറായി. അതിൽ നിന്നുണ്ടായ തെറ്റിദ്ധാരണ മാത്രമാണ് അനീഷിനോട് സംഭവിച്ചത്. അനീഷ് പിന്നെ ഇന്ന് തിടുക്കം വെച്ച് പ്രൊപ്പോസ് ചെയ്തതെന്ന് പറഞ്ഞാൽ നാളെ ആരെങ്കിലും ഒരാൾ ഔട്ടായി പോയാൽ പിന്നെ പറയാൻ കഴിയാതിരുന്നാലോ എന്ന് പറഞ്ഞാൽ ശരിക്കും ജെന്യുവൻ ആയിട്ടുള്ള പുള്ളിക്കൊരു ഫീലിങ്സ് ഉണ്ട്. പുള്ളിയെ അനുവിന് ഇനി അതൊരു വിഷയമാവേണ്ട, അനുവിന് അത് താല്പര്യം ഇല്ലയെന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും ഉള്ളിൽ വിഷമം എടുത്തുകൊണ്ട് തന്നെ മനഃപൂർവ്വം ടൈം എടുത്ത് മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഷാനവാസിക്ക് അതിലെ നൂറേക്ക് ഭക്ഷണം കഴിക്കുകയും പിന്നെ മാതള നാരങ്ങ കൊണ്ട് എല്ലാവർക്കും കൊടുത്ത് അപ്പോൾ അനു മാറിപ്പോകുമ്പോൾ അനുവിൻ്റെ കയ്യിൽ കൊടുത്ത് അനു എടുക്കുന്ന സാധാരണ രീതിയിൽ ഇപ്പോൾ ജയിലിൽ നൂറേനെ സാബുവിനെ ഒക്കെ അയക്കുമ്പം അവിടെ നിന്ന് നല്ല രീതിയിലുള്ള സംഭാഷണങ്ങൾ ഇങ്ങനെ. പിന്നെ അനീഷ് അനുവിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു. അതും പറഞ്ഞ് റിയൽ സ്നേഹമല്ലായിരുന്നു. അനീഷ് ശരിക്കും അതിൻ്റെ പിറ്റേന്ന് തന്നെ അനുവിനോട് പറയുന്നുണ്ട് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്, ആ കാര്യങ്ങൾ തെറ്റുണ്ട്. പിന്നെ അനീഷ് നോമിനേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ആ വഴക്ക് നീട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ടാണ്. അത് കുറേ പ്രാവശ്യം അനീഷ് ശ്രമിച്ചു, അതിനവർ തയ്യാറായില്ല. ആ റീസൺ പറഞ്ഞാണ് അനീഷ് നോമിനേറ്റ് ചെയ്തത്. അതിപ്പം നൂറ പാർട്ട്ണർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നോമിനേറ്റ് ചെയ്യുന്നു. പിന്നെ അനീഷിന് അത് വെച്ചിട്ട് അയാൾ ജെന്യുവൻ അല്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കുറേ പേര്. എനിക്ക് ഇതിനോടൊന്നും യോജിപ്പില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ടുപേരും ഈ പ്രശ്നത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് ആ ഹൗസിൽ ഈ പ്രശ്നം വെച്ചിട്ട് അവരെ ഇല്ലാതാക്കരുത്. ആ ഹൗസിൽ ഈ സീസൺ വിൻ ചെയ്യാൻ യോഗ്യതയുള്ള 2 പേരാണ് അവരിൽ 2 പേർക്കും അതിനുള്ള യോഗ്യതയുണ്ട്. എൻ്റെ ആഗ്രഹം അനീഷ് ഈ സീസൺ വിൻ ചെയ്യണമെന്നാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അനീഷിനോടുള്ള ഇഷ്ടത്തിന് ഒരു പടി പോലും കുറവ് വന്നില്ലെന്ന് മാത്രമല്ല കുറച്ച് കൂടിയിട്ടുണ്ട്. അനുവിനോടും എനിക്ക് ദേഷ്യമൊന്നും തോന്നുന്നില്ല. കാരണം അനുവിന് ഇതേ സാധിക്കുന്നുണ്ടായിരുന്നുള്ളെങ്കിൽ അത് അവളുടെ ഇഷ്ടം മാത്രമാണ്. അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. അങ്ങനെ എന്താ പറയുക, എല്ലാം കൊണ്ടും ഇനി അങ്ങോട്ടേക്ക് ഉള്ള ദിവസങ്ങളിൽ അനീഷിന് ഈ വിഷമത്തിൽ നിന്ന് പൂർണ്ണമായി പുറത്തു കിടക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നല്ല രീതിയിൽ ഗെയിമിലേക്ക് തിരിച്ചു വരട്ടെ രണ്ടാളെന്ന് ആഗ്രഹിക്കുന്നു. ഇവരിൽ രണ്ടാളും തന്നെ ടോപ്പ് 2 എത്തട്ടെ എന്നും ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ കാര്യത്തിൽ? നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. Thank you.